ഈ സ്റ്റേഡിയം നശിപ്പിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഈ നവകേരള സദസ്സിന്റെ സംഘാടക സമിതി തന്നെ ആ പൈസ കൊടുത്ത് നന്നാക്കി എടുത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. ഈ നാടിന് ഒരു പുല്ലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കൂടി സഞ്ചരിക്കുന്നത്. ഈ നവകേരള സദസ്സ് 22-ാം തീയതി നെയ്യാറ്റിൻകരയിൽ എത്തുകയാണ്. എത്തുന്നതിന് മുന്നോടിയായിട്ട് നെയ്യാറ്റിൻകരയെ നാശക്കോട്ടയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. അതിന് ഉദാഹരണമാണ് നവകേരള സദസ്സിന് വേണ്ടി ഒരുക്കുന്ന നെയ്യാറ്റിൻകര നഗരസഭയുടെ സ്റ്റേഡിയമായിട്ടുള്ള GR സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തെ കുത്തിപ്പൊളിച്ച് നാശക്കോട്ടയാക്കിക്കൊണ്ടാണ് അതിൻ്റെ ആ സ്ഥലങ്ങളെ മൊത്തം നശിപ്പിക്കുക. നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നെയ്യാറ്റിൻകരയിൽ എവിടെ വേണം വരികയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല. നെയ്യാറ്റിൻകര നഗരസഭയുടെ കീഴിലുള്ള സ്റ്റേഡിയം സ്പോർട്സ് ഇതര ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂന്ന് നഗരസഭ അവിടെ കൗൺസിൽ പാസ്സാക്കിയിട്ടുള്ളതാണ്. അതിന് വിരുദ്ധമായിട്ടാണ് നഗരസഭയെ കുത്തിപ്പൊളിച്ച് നാശക്കോട്ടയാക്കിക്കൊണ്ട് ഈ നവകേരള സദസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രതിഷേധമാണ്. നെയ്യാറ്റിൻകരയിൽ ഈ സ്റ്റേഡിയം നിരവധി സംഭവങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ബൈബിൾ കൺവെൻഷൻ ആയിരുന്നാലും അതുപോലെ ഈ ഡിസംബർ മാസത്തിൽ പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്റ്റേഡിയത്തെയാണ് ശരി ഇനി സ്പോർട്സ് ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കില്ല എന്നുള്ള ആ ഒരു നിബന്ധനയിൽ ചെയ്തിരുന്ന സ്റ്റേഡിയത്തെ ആ സ്റ്റേഡിയത്തിന് ആൾക്കാർ നടക്കുന്നതും ട്രാക്കായിരുന്നാലും ക്രിക്കറ്റ് കളിക്കാൻ സ്ഥലം ആയിരുന്നാലും സകല സ്ഥലങ്ങളെയും കുത്തിപ്പൊളിച്ച് ഒരു സ്റ്റേഡിയം അല്ലാത്ത രീതിയിലേക്ക് ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ആക്കിയിട്ടിരിക്കുന്നത്. ഇത് ഇനി നവീകരിച്ചെടുക്കണമെങ്കിൽ ഭാരിച്ചൊരു ഫണ്ട് നഗരസഭ ചെലവാക്കേണ്ടി വരും. ഈ സ്റ്റേഡിയത്തിനെ പുനർനിർമ്മിക്കുന്നത് നവകേരള സദസ്സിൻ്റെ സംഘാടക സമിതി തന്നെ ചെയ്തു തരണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് നഗരസഭയിൽ ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ 9 കൗൺസിലർമാർ കുത്തിയിരുന്ന് ഞങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചിട്ടുള്ളത്. വരും ദിവസത്തെ കൗൺസിലിൽ ഞങ്ങൾ ഈ വിഷയത്തെ മുൻനിർത്തി തന്നെയാണ് സംസാരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ഉടനീളം സഞ്ചരിക്കുകയും ജനങ്ങളുമായിട്ട് സംവാദിക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ ഈ യാത്രയുടെ ഉദ്ദേശമെന്ത്? യാത്ര കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണമാണ്? കൊടുക്കേണ്ട പെൻഷൻ തന്നെയും കൊടുക്കാതെ അതിൽ നിന്ന് പാവപ്പെട്ടവൻ്റെ നിന്ന് കൈയിട്ട് വാരിയാണ്. അതുപോലെ തന്നെ മുഴുവൻ ഈ യാത്ര തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളും കേരളത്തിലുള്ള മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളും നിശ്ചലമാക്കിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളും നടക്കാതെ ഗവൺമെൻറ്റിനെ അവതാളത്തിലാക്കിക്കൊണ്ടുള്ള പോക്കാണ്. ഈ പോക്ക് വളരെയധികം വരും മാസങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധിയും സംസ്ഥാനത്ത് ദാരിദ്ര്യത്തിലേക്ക് കടക്കുമെന്നുള്ളതിന് മാറ്റമില്ല. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ കടന്നു കയറിയുള്ള പിരിവുകൾ മറ്റുള്ള ഉദ്യോഗസ്ഥരെയെല്ലാം നിശ്ചലമാക്കിക്കൊണ്ട് ഇതിനു വേണ്ടിയുള്ള ഫണ്ട് ശേഖരണം ഇതെല്ലാം വളരെയധികം ഈ നാടിന് ദോഷമാകുമെന്നുള്ളതിന് യാതൊരു തർക്കമല്ല. മുഖ്യമന്ത്രി ഒരു നാടിൽ വരുമ്പോൾ അവിടുത്തെ വികസനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ വികസനത്തെ ഉയർത്തിപ്പിടിക്കാനും വരും നാളുകളിൽ 2.5 വർഷത്തിന് ബാക്കിയുള്ള ഭരണകാലാവധിയിൽ നമുക്കൊരു നാടിന് ഗുണം കിട്ടുമെന്നാണ്. പക്ഷെ നാളിന്ന് വരെ ഒരു പാവപ്പെട്ടവന് പെൻഷനോ പാവപ്പെട്ടവന് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ പാവപ്പെട്ടവൻ്റെ അമ്മക്ക് കീറാമുട്ടിയായി കിടക്കുന്ന ഫയലുകൾക്കോ നാളിന്ന് വരെ ഒരു തീരുമാനമെടുക്കാത്ത മുഖ്യമന്ത്രി ഈ നവകേരള സദസ്സ് കൊണ്ട് ഞങ്ങൾക്കാർക്കും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഒരു ഗുണവും കിട്ടുക മാത്രമല്ല നഗരസഭയുടെ ഏറ്റവും വലിയ സ്റ്റേഡിയമായിട്ടുള്ള ആ സ്റ്റേഡിയത്തെ നശിപ്പിച്ചുകൊണ്ടാണ് 22-ാം തീയതി നെയ്യാറ്റിൻകരയിൽ എത്തുന്നത്. ഇത് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുക മാത്രമല്ല ഇതിനെതിരെ ശക്തമായ പോരാട്ടം തന്നെ നടത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ യാത്ര കൊണ്ട് നാളെ ഇന്ന് വരെയായിട്ട് യാത്ര തുടങ്ങിയ അന്ന് മുതൽ ഇതുവരെ എത്തുമ്പോൾ കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങൾ മുഴുവൻ ഗവൺമെൻറ് മേഖലകളെ ഒരു തരത്തിലും പ്രവർത്തനമാക്കാതെ ഗവൺമെൻറ് ഓഫീസുകളെ നിശ്ചലമാക്കിക്കൊണ്ടും ജനങ്ങളിൽ നിന്ന് പൈസ ചൂഴ്ന്നെടുത്തുകൊണ്ട് ആഡംബരം കാണിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണ റാലി ആയിട്ട് മാത്രമേ ഞങ്ങൾക്കിതിനെ കാണാം. അല്ലാതെ ഈ യാത്ര കൊണ്ട്
ഈ നാടിന് ഒരു പുല്ലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കൂടി സഞ്ചരിക്കുന്നത്. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയെ തകർക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ പ്രചരണ റാലിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു വിശാലമായ ഒരു വളരെയധികം മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തന ശൈലിയായിട്ട് ഈ മന്ത്രിസഭയുടെ യാത്ര ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ സ്റ്റേഡിയം നശിപ്പിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഈ നവകേരള സദസ്സിന്റെ സംഘാടക സമിതി തന്നെ ആ പൈസ കൊടുത്ത് നന്നാക്കി എടുത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു.